ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഞാൻ നമ്മുടെ നന്ദുവളീനെ കൊണ്ട് രണ്ടുപേരെ കൈ നോക്കാൻ പോവുകയാണ്. നന്ദുവളീനെ പറ്റി എന്താണ് പറയുന്നത്, എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ രണ്ട് കൈനോട്ടക്കാരെ ഞാൻ ഇവിടെ ജസ്റ്റ് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് രണ്ടുപേരും എന്താണ് പറയുന്നത്, ഡിഫറെൻ്റ് ആണോ പറയുന്നത്, രണ്ടുപേരും ഒരേപോലെയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. നന്ദു എങ്ങനെ സെറ്റാണല്ലോ? ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നത് കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോവുകയാണ്. അവിടെ ഇരുന്ന ആളെ കാണാനില്ല അളിയ. ഉണ്ട് ഇതായിരിക്കും എവിടെ ഗൈസ്. പക്ഷേ നമ്മളിങ്ങോട്ട് വന്നപ്പം ഒരാളേലും നമ്മളിങ്ങനെ കണ്ടായിരുന്നു. അയാൾ ഈ തത്തയാണ്. തത്ത അല്ലായിരുന്നു ഗൈസ്, മറ്റേ വേറെ ഞാൻ അതുകൊണ്ടാന്ന് നോക്കട്ടെ. ലവ് ബേഡ് അല്ല, വേറെ എന്തോ കിളിയാണ് ഗൈസ്. അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ. ബാക്കിയല്ല അളിയൻ്റെ കയ്യിലാണ്. എത്ര രൂപയാവും, എങ്ങനെയാണ് എല്ലാം പറഞ്ഞ് സെറ്റായിക്കോണം. വീഡിയോ പവറാക്കണം, നമുക്ക് പൊളിക്കണം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഓ, അളിയൻ്റെ ദാരിദ്ര്യമൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ തത്ത ഇല്ലാത്ത തത്ത ഉണ്ട്, തത്ത വേറെയാണ് ഗൈസ്. നമുക്കിപ്പം അങ്ങോട്ട് നന്ദു നാളെ വന്നിട്ട് വിശാൽ നന്ദുന്റെ പേര് കുറിച്ചുണ്ടോ? നന്ദുന്റെ സമയങ്ങളൊക്കെ കൊള്ളാമ, നല്ല കാലമുണ്ടോ, ഭാഗ്യമുണ്ടോ, ഐശ്വര്യം ഉണ്ടാവുമോ, സമയദോഷമൊക്കെ മാറുമോ, വ്യാഴം 16-8 ശനി 19 27 24 ഉണ്ട്. കൈനിറച്ച് സൂക്ഷിക്കാൻ ശരിയാണ്. ഏത് വർക്കായാലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മികച്ച കഴിവ് തൻ്റെയുടെ എല്ലാം ഉറച്ചു നിൽക്കാൻ കഴിയും. അമ്മയ്ക്ക് ചെല്ല പിള്ളയാണ്, നന്നായി കാണണേ അവർക്ക് ആഗ്രഹം. അതുകൊണ്ട് ഈ കളി പിള്ളേരെ കൂട്ടുകെട്ടുള്ളത് എടുക്കാറും ഈ രാത്രിയുള്ള സന്ദർഭങ്ങളൊന്നും വേണ്ട. അതുപോലെ ഈ വാഹനം, 2 പേരുള്ള വാഹനം വളരെ ശ്രദ്ധിച്ചു. പിന്നെ വേറെ ഒരു കോൾ വന്ന് ചാടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ ഈ കുരുങ്ങി കളയും. വേറെ ഒരുത്തൻ്റെ പെൺപിള്ള 1-2 കുഞ്ഞുങ്ങളെ നമ്മുടെ മനസ്സിലെ എങ്ങനെ ഇയാളെ വളച്ചു ഓടിക്കുന്നത് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ കണ്ണെ പൊന്ന് ചക്കരേന്ന് പറയണോ, അവസാനം അതിന് വീട് അല്ലാതെ നല്ല പെണ്ണ്, നല്ല ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, അതിന് നല്ല കല്യാണ കഴിക്കട യോഗമുണ്ട്, കേട്ട ഭാഗ്യമുണ്ട്. ബിസിനസ് ജോലി തൊഴിൽ നന്നാകാൻ സാധ്യതയില്ല. ശരീര ആരോഗ്യ ഐശ്വര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജകലമുള്ള ആളാണ്. ഇപ്പം ഈ വർഷം 2026 കഴിയട്ടെ. 2027 3-ാം മാസം മാർച്ച് തൊട്ട് ഒരു എഞ്ചിനീയറിംഗ് നടക്കും. തീർച്ചയായിട്ടും അകത്തിരിക്കുന്ന ആൾക്കാർ പകരും. അസുഖങ്ങൾ തിരിച്ചറിയത് മാറി ആയുസിന് അടിപൊളി കല്യാണം, നല്ലൊരു പാട്, നല്ലൊരു വീട്, അവിടെ ഉദ്ദേശിക്കുന്ന തൊഴില്, ഐശ്വര്യമായിട്ട് ഒരു കുഴപ്പമില്ല. ഈ പങ്കുള്ള 6 വർഷത്തെ പെൺകുട്ടിയും അല്ലാതെ കൃഷ്ണനാണ് കിട്ടിയല്ലേ? അളി കൃഷ്ണനാണ് ഗൈസ്. സരസ്വതി ദേവിയാണ്. ലൈഫ് നന്നാവും. മറ്റൊരാളെ ചതി കൊണ്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. സത്യസന്ധ മോനാണ്. ആവശ്യമുള്ള പുസ്തകം നല്ല അടിപൊളിയായി പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ കല്യാണം കഴിഞ്ഞതാണ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞ ശരിയാണ്. കല്യാണം കഴിഞ്ഞ് അളിയന് കൈ നോക്കി അളിയൻ വീണ്ടും പെണ്ണ് കെട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. അത് 3 പിള്ളേരെ അമ്മേനെ കെട്ടുമെന്ന് ഗൈസ്. അളിയന്റെ കല്യാണം ആൾറെഡി കഴിഞ്ഞായിരുന്നു. ഇനി നമ്മളിതൊരു ജസ്റ്റ് വീഡിയോ ആണ്, ഇത് കളിയാക്കണല്ല. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞ കറക്റ്റാണ്. വിശ്വസിച്ചവരെ കൂടെ നിർത്തി ചതിച്ചതും പിന്നെ അതൊക്കെ അമ്മ എന്നെ സ്നേഹിക്കുന്നു, അമ്മ മോൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത്
ഐ തിങ്ക് ഇവര് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ് ഇനി അടുത്ത ഒരാളുടെ അടുത്ത് നമ്മൾ പോയി നോക്കാം ഗൈസ്. ഇനി ഒരാളുടെ കൂടെ പോയിട്ട് നമ്മള് അടുത്ത അളിയനാണ് നോക്കാൻ പോകുന്നത്. ഇല്ല നിന്റെ നോക്കിയാലില്ല ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്തായിരുന്നാലും ലൈഫിൽ എന്ത് വന്നാലും ഞാനത് നേരിടാൻ തയ്യാറാണ്. നേരിട്ട് നോക്കാൻ കാര്യമില്ല. പക്ഷെ നമുക്കിത് ഗസ് ചെയ്യാലോ, അറിയാലോ. അപ്പം ഗൈസ് അപ്പോൾ അടുത്തൊരാളെയും കൂടെ കണ്ടുപിടിക്കട്ടെ ഗൈസ്. വേറെ എന്തോ പറഞ്ഞില്ല നിന്റെ വണ്ടി, വേറെ എന്തോ പറഞ്ഞല്ലേ പുള്ളിക്കാരെ, എന്തോന്ന് പറഞ്ഞ മറന്നുപോയി. വീഡിയോ കാണുമ്പോൾ അറിയും. ഏറെക്കുറെ എനിക്കിവനെ കുറച്ച് വർഷം കൊണ്ട് അറിയാം. ഒരു 18 വർഷം കൊണ്ട് എനിക്കിവനെ അറിയാം. പക്ഷെ അതിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കല്യാണക്കാര്യം മാത്രത്തിൽ എനിക്കൊരു ഇതുള്ളൂ. ബാക്കിയെല്ലാം എല്ലാം കറക്റ്റാണ്, 100% ശരിയാണ്. കൂട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും ഞാനും കൂട്ടുകാരനാണ്. കുഴപ്പമില്ല, ഞാൻ എത്തി ഓക്കെ ആയിട്ടുള്ള പയ്യനാണ്. എല്ലാവർക്കും എന്നെ അറിയാം. അത് ഇതിൽ കറക്റ്റായി കിട്ടും ഗൈസ്. അപ്പം അടുത്തൊരു അമ്മച്ചിനെ നോക്കി നടന്നിട്ട് കിട്ടിയില്ല ഗൈസ്. ഇല്ല, എവിടെ പോയടാ? ഇവിടെ ഇല്ല. നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. നമുക്ക് വേറൊരു അമ്മൂമ്മേനെ കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ തത്തയില്ല ഐസ്. തത്ത ഇല്ലാതെ അല്ലാതെയാണ്, കൈ നോക്കുന്ന ആളാണ്. തത്ത ഇല്ലാതെ കൈ നോക്കുന്ന അമ്മൂമ്മയാണ്. അല്ലേ വലുതല്ലേ? എനിക്കറിഞ്ഞൂടളിയാ, നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്താ കൈ? എൻ്റെ പേര് അഭിഷേക്. 90 വരെ. ആളിയാ 90. ആയുസിന് എന്ത് ആപത്തില്ല. ആപത്ത്, അപകടം, കണ്ടം, ദോഷങ്ങളില്ല. ഒരു സ്വത്ത് നാട് സ്വത്ത് മകനായിട്ട് വരുക. 4 പേർക്ക് 4 മനുഷ്യർക്ക് നല്ല പിള്ളയായിട്ട് ജീവിച്ചു വരും. അടുക്കയില്ല, ചീത്തയില്ല. ശത്രുക്കളും ഉണ്ട്. ശത്രു തുറക്കും കിட்ட നെരുങ്ങി വരാം. പെണ്ണ് 2 പെണ്ണുക്ക് യോഗമില്ല. 2ന് 2 കല്യാണം 2 കല്യാണം 1 தான். 2 പെണ്ണുക്ക് பாக்கியம் உண்டு. நீ நினைச்ச ஆலோசனை பெண்ணத்தான் போய் நீ ஆலோசிக்கிற கல்யாணம் தான் நடக்கும். தாய் தந்தைக்கு நல்ல மகன், அப்பா அம்மாவுக்கு செல்ல. ஏதோ ஒரு கஷ்டங்கள் வந்தாலும், மழை போல வந்தாலும், மஞ்சு போல போகும். தெய்வம் கடவுள் உன்னை கைவிடாது. கூட்டு சிநேகம் ஒருபாடு வேண்டாம். அதுல 1 2 உனக்கு பாக்கியம் உண்டா, രക്ഷപ്പെടും. வீடு கொடுத்தனும் வழிதாகும். வள்ளிய ஸ்டார்ல வரும். இன்னும் வள்ளிய டரசு, வண்டி, வாகனம், வெளிப்பாக்கியம் இருக்கு. வெளியில போய் வரக்கூடிய பாக்கியம் പോയി വന്ന് வந்தா 4 ദിവസം പോയിട്ട് വന്നു. இப்ப இன்னும் பக்கத்திலேயே உனக்கு ஐஸ்வர்யம் உண்டாகும். நல்லதே நடக்கும். கல்யாண பெண்ணு, இஷ்டப்பட்ட பெண்ணு நோக்கி കല്യാണം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട പെണ്ണ് തന്നെ കിട്ടി. இஷ்டப்பட்ட பெண், அந்த பெண்ணை கொண்டுதான் உனக்கு பாக்கியம். 2 மக்களுக்கு யோகம் இருக்கு. 2 குழந்தைக்கு யோகம் இருக்கு. எதுவும் நல்லது உண்டா? കല്യാണം കഴിഞ്ഞ് ചേച്ചി പെണ്ണ് തന്നെ. அந்த பெண்ணு நல்ல பெண், ஐஸ்வர்யமான பெண்ணு. உங்களோட சிநேகம், அவரை கண்டா உனக்கு பிடிக்கும், உன்னை கண்டா அவருக்கு பிடிக்கும். சிநேகம் உள்ள மகதான். കുക്കു കേൾക്കുന്നല്ലോ. இப்ப கொஞ்சம் மனசுல ஒரு சமாதானம் இல்லையே. மனசுல ஒரு சமாதானம் இல்லையே. மனசு நல்ல பையன், நீ அழுக்க இல்லை. ஒருவரை சதிக்கணும், கெடுக்கணும், அழிக்கணும்னு இல்லை. நேர் வழியா போகும், நேர் வழியா வரும். ஆனால் வீட்டில் கொஞ்சம் பயங்கர கொஞ்சம் மனசுல ஒரு சந்தோஷம் இல்லையே. பிணங்குது, இணங்குது, ஒரு சமாதானம் இல்லை. அது என்ன காரணம்னா ஆள்காருடைய கொஞ்சம் கண் தோஷம் இருக்கு. கண் தோஷம். அதை நிப்பாட்டிக்க சொல்றேன். മ്യൂട്ട് ചെയ്തോളാം, കുഴപ്പമില്ല. ஆள்காருடைய கொஞ்சம் கண் தோஷம், வாழ்க்கை பிரச்சனையில, உன்னோட குடும்ப சமாதானத்துல, வாழ்க்கை பிரச்சனையில நல்லாயி வருவ. ஆனா சில கண்ணேற்படும். அவனுக்கு என்ன, அவனுக்கு என்ன, அவருக்கு என்ன, நல்லா கண்டா ஒண்ணு குறையுது, நல்லா காணாத ஒண்ணு குறையுது. கண் திருஷ்டி இருக்கு. ஆனா அது சில சத்துருக்கள் உண்டு. சில கெடுக்கணும், சதிக்கணும்னு சில சத்துருக்கள் உண்டு. ஆனா கெடுக்க முடியாது. எதுலையுமே நீ நல்லவன். நீ ஒருவரை உபத்திரிக்கணும்னு இல்லை, ஒருவரை சதிக்கணும்னு இல்லை. நேர் வழியில போகும், நேர் வழியில வரும். தப்பு பிடிக்காது, சத்தியம்தான். ஆனா அந்த கண் வேறு உனக்கு இருக்கக்கூடாது. கண் திருஷ்டினாலதான் கொஞ்சம் பிரச்சனை. சந்தோஷம் வரவிட மாட்டேன். அந்த கருப்பை விழுகக்கூடாது. முகமே கருப்பு அடிச்சு வரும். அழகன்ற முகம்,
அழகற்ற முகத்திலேயே இந்த கருப்படிச்சுன்னா கந்திஷ்டி இறைச்சி கம்பேரு விழிஷாபம். அந்த விழிஷாபம் மட்டும் இந்த கம்பேர் மட்டும் இல்லைன்னா உனக்கு எந்த கஷ்டங்களும் வரும். அந்த கம்பேரை மாற்றம் தீர்க்கும். அதை வச்சு வச்சு அழகு பார்க்கக்கூடாது. அது ஒன்றுட்டாப்புல போதாது, அதை உடுத்தினாப்புல மாறும். அந்த தோஷத்தை கொஞ்சம் மாறினா வீட்டுக்கு நல்லது, மக்களுக்கு நல்லது. குழந்தை குட்டி 2 மக்களுக்கு யோகம் உண்டு, 2 குழந்தைக்கு யோகம் உண்டு. ஆனால் மக்கள் சந்தோஷம் உண்டாகும். மக்களுக்கு சமயம் கொள்ளும். இந்த சமயம் ஐயா அந்த கம்பேரை ஒழிக்கும், தீர்க்கும். தீர்த்தா எல்லாமே நல்ல ரீதியில் வரும். வள்ளிய டரசு வீடு வச்சா வீடு வள்ளிய டரசு இன்னும் டரசு மேல டரசு வைக்கும். இன்னும் வஸ்துகள் பூமி பொருள் இன்னும் வண்டி வாகனம் இன்னும் கூடிய பைசா வராനുള്ള யோகம் இருக்கு. தெரியுதா? பைசா வண்டிய பைசா விசமிக்க வருது. ஆனால் அந்த கம்பேர் இருக்குது, முகத்தில் உள்ள க்ஷீணம் கம்பேர் இருக்குது. அந்த கம்பேரை நீங்கள் மாற்றணும், தீர்க்கும், ஒழிக்கணும். அதை ஒழிச்சா எல்லாமே நல்லா. இந்த கம்பேருக்கு ஒரு நாகவள்ளி ஏறுவாங்க. நாகவள்ளி சேர் ஒரு சிறு நாரங்கி, ஒரு 3 வத்தல் ஒரு நாரங்கா, ஒரு வெட்டியில 3 வத்தப்படும். நாகவள்ளி வேரோட வச்சு மேலெல்லாம் தேகமெல்லாம் ஒழிச்சு ஒழுக்கு வெள்ளத்தில் அலைஞ்சால் இந்த தோஷம் மாறும். இந்த கருப்பு கம்பேரு போகும். விசாவும் உடனே மாறினா வீட்டுக்கு நல்லது, ஏது காரியத்துக்கு நல்லது. இந்த வேறு அம்மா கைட்டு இன்னைக்கு என்னமோ சாமியை தான் கும்பிட வந்தேன். இந்த பத்மநாத சுவாமியை கும்பிட வந்தேன். சேத்திரத்தில் அம்மா ஒரு காரியம் கூட உனக்காக ஒரு காரியம் கொண்டு வந்தது இருக்கு, தெரியுதா? நல்லா ரட்சப்பட்டு வருவேன், நீ நினைச்சது நடக்கும், குடும்பத்தில் சமாதானம் கிடைக்கும், சந்தோஷமா வாழ்க்கை நல்லா இருக்கும். தெரியுதா? பிணங்கி போனாலும் இணங்கிதான் வரும். நீ தேடி போக வேண்டாம், ஒன்றை தேடி ஒன்றை விரும்பிதான் எல்லா காரியமும் வரும். அம்மா கைட்டு ஒரு சாதனை கொடுக்க நல்லா வந்து சொல்லு. ഗൈസ് അളിയന് ഭയങ്കര കൺദോഷമാണ് ഗൈസ്. ഈ കണ്ണിൽ 2 കറുപ്പുണ്ടോ? എവിടെ കറുപ്പ് കണ്ണിൽ? എന്റെ കണ്ണിലുണ്ട്. കറുപ്പാണ് ദൃഷ്ടിദോഷം. അല്ലാതെ എന്റെയൊക്കെ കണ്ടുവയ്ക്കണത് ഞാനൊക്കെ ജീവിച്ചു പോട്ടെ, എന്നിട്ട് എന്റെയൊക്കെ കണ്ടുവയ്ക്കണത്. ഇവൻ രാത്രി ഫുള്ളും സിനിമ കണ്ട് കിടന്ന് വന്ന കറുപ്പല്ല ഗൈസ്, ഇത് ദൃഷ്ടിദോഷമാണ്. ദൃഷ്ടിദോഷം ഉണ്ടല്ലേ? എനിക്ക് ദൃഷ്ടിദോഷം ഉണ്ട്, പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാ ദൃഷ്ടിദോഷവും നമ്മൾ മാറ്റുന്നതായിരിക്കും ഗൈസ്. എന്റെ ബന്ധുക്കളായാലും ശരി, എന്റെ ആരായാലും ശരി, എന്റെ മാത്രം കണ്ടുവയ്ക്കല്ലേ. ഈ പയ്യനെ കണ്ണുവയ്ക്കല്ലേ നിങ്ങൾ? ഈ പയ്യനാ പാവമാണ് ഗൈസ്, പാവമാണ്, നല്ലൊരു പയ്യനാണ്. കണ്ണുവയ്ക്കണ്ട, ഇണക്ക് കാലമൊക്കെ വെച്ചു. 2ാമത് കല്യാണം കഴിക്കുമെന്ന് ഇവര് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത്. 2ാമതാ? ഓ ഞാൻ വിചാരിച്ച 2ാമത് കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് ഇവര് പറയണത്. പക്ഷെ നീ കഴിക്കൂലെന്നാണ് പറയണത്. കഴിക്കില്ലെന്നാണ് അവര് പറയണത്. ഇവര് പറഞ്ഞാല്, പക്ഷെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ തത്തയിലെടുത്ത ആള് പറഞ്ഞതും ഇവര് പറഞ്ഞതിനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇല്ലേ? ചില കാര്യങ്ങൾക്ക് മാത്രം, ബാക്കിയെല്ലാം സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. കൂട്ടുകാര് ആവശ്യത്തിന് മതി, അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ. ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഇവര് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അളി നീ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? കണ്ണ് മാത്രം വയ്ക്കല്ലേ, നിങ്ങൾ എന്നെ വേറെ എന്തിനോടെ ചെയ്തോ കുഴപ്പമില്ല, ദൃഷ്ടിദോഷം അങ്ങനെ അത് കാണിക്കായിരുന്നാ മാത്രം മതി. നീ അടുത്ത പ്രാവശ്യം ആവട്ടെ, അടുത്ത പ്രാവശ്യം ഞാനും കൂടെ സെറ്റ് ചെയ്യാം, കൈ നോക്കാം. നീ നിന്റെ 2 എക്സ്പീരിയൻസിൽ നിനക്ക് എന്റെ കൈ നോക്കാൻ പറ്റും? നോക്കാം. ഈ കൈയാണ് ഗൈസ്, ഇഷ്ടം പോലെ വര തഴമ്പിച്ച കൈയാണ്. ഐശ്വര്യ നാള് പറ നോക്കട്ടെ. നാള് വന്നിട്ട് ഉത്ര 29 വയസ്സുണ്ട്. നീ വയസ്സൊക്കെ ഇവിടെ പറഞ്ഞാടാ? കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. ഇതിനു മുമ്പ് ഫസ്റ്റ് ഒരു ലവ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലവ് എല്ലാവർക്കും ഉണ്ടടാ. അതെ, ഫസ്റ്റ്. ഇപ്പോഴും ലവ് ഉണ്ട്, പക്ഷെ ലവ് ഇല്ല. ഫസ്റ്റ് ഒരു ലവ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിക്കാര് കല്യാണം കഴിഞ്ഞ് പോയി. അതിനുശേഷം ഭയങ്കരമായിട്ട് ഡിപ്രഷനും ആ രീതിയിലാണ് നിൽക്കുന്നത്. തന്നെയല്ലേ? ചെറുതായിട്ട്. ഓക്കെ. അതിന് ശേഷമല്ല, ഇപ്പോഴല്ല, ഒരു 5-6 വർഷം വരും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാണ്. ക്യാഷ് ബുദ്ധിമുട്ടാണ്. എന്നാ പൈസ വരും, പക്ഷെ കയ്യിലിരിക്കൂല. ആര് ചോദിച്ചാലും ക്യാഷ് കൊടുക്കും. പിന്നെ നല്ലൊരു പാവം പയ്യനാണ്. പിന്നെ ആരെങ്കിലും കല്യാണ ആലോചന ഉണ്ടെങ്കിൽ വിളിക്കുക, താഴെ നമ്പർ കൊടുത്തിക്കുക. പയ്യനൊരു പെട്ടെന്നൊരു പെണ്ണ് നോക്കണം. പെണ്ണ് വേണ്ട.
അല്ല പെണ്ണ് വേണം, കിട്ടാം, സമയമുണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു കൊച്ചുണ്ടെങ്കിൽ പയ്യനെ പറ്റി വേറെ മോശമായിട്ട് പറയാനൊന്നുമില്ല. നല്ല പേനാണ്, നല്ല പേനാണ് ഗൈസിനെ, നല്ല പേനാണ്. പിന്നെ കണ്ണ് മാത്രം വെക്കല്ലാരും, കണ്ണ് വെക്കരുത്. ഈ പയ്യനെ കണ്ണ് വെച്ചതുപോലെ എന്നെ കണ്ണ് മറ്റേ മാമൻ പറഞ്ഞു ഇപ്പൊ ഒരു ആന്റീനെ കല്യാണം കഴിക്കും. അല്ല 2 പിള്ളേർ അമ്പേര്, 3 പിള്ളേരെ 2 പിള്ളേരെ. കുഴപ്പമില്ല ഗൈസ്. അപ്പം ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് അടുത്ത് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ. നന്ദു ടാറ്റ പറ. ബൈ.